പറഞ്ഞ ഒരു പെണ്ണിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി DK Tales. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. എന്തൊരു എനർജി ഇല്ലാത്ത നിങ്ങൾക്ക് എന്ത് എനർജിയാണ്? ഒരു പ്രത്യേക സന്തോഷം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ആക്ച്വലി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അല്ല, കുക്കുവിനും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും, ബിക്കോസ് കുക്കു ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ്. ഞാൻ പൊറിഞ്ചുമറയും ജോബ്സിലൊക്കെയാണ് അതായത് ഇന്ന് എൻ്റെ വീട്ടിലെ പെരുന്നാളാണ്. അപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് പെരുന്നാൾ കൂടാൻ പറ്റിയിട്ടില്ല. അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഇതുപോലെ ഒരു പെരുന്നാളിന് 2-3 ആഴ്ച മുന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് ഇറങ്ങുന്നത്. അതായത് 2019-ല്. അത് കഴിഞ്ഞ് 2020-ല് ഞങ്ങൾ കല്യാണം കഴിച്ചു. അതെ, അതോടുകൂടി വീട്ടിൽ കയറാൻ പറ്റാണ്ടായി. അതിനുശേഷം പിന്നെ 4-5 വർഷത്തിന് ശേഷം ആണ് ഇപ്പൊ ഈ പെരുന്നാള് കൂടാൻ പോണേ. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്ന് കുക്കുവിനെ ഞാൻ എന്റെ വീട്ടിലെ പെരുന്നാൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇപ്രാവശ്യം എന്റെ കുറച്ച് കസിൻസ് ഒന്നും ഇല്ല, അപ്പൊ അതിന്റെ കുറച്ച് മിസ്സിംഗ് ഉണ്ട്. അതുപോലെ ഒന്നല്ല ഞങ്ങളുടെ പെരുന്നാൾ. വേണ്ടട്ടാ, പാർട്ടി പെരുന്നാൾ നടന്നിങ്ങനെ ലേറ്റ് ആണാൻ പോയിട്ടല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതങ്ങനെയൊന്നല്ല, പെരുന്നാൾ അറിഞ്ഞ് ആഘോഷിക്കണം. വീട്ടിൽ വെടിക്കിട്ടുണ്ടാവൻ എന്തിനാണ് പാർട്ടി പെരുന്നാളിന് വെടിക്കിട്ട്? ഈശ്വര, പാർട്ടിക്കാർ എന്നെ കൊല്ലും. ഞങ്ങൾ വീട്ടിലെ വെടിക്കിട്ട് പിന്നല്ല, ഞങ്ങള് വീട്ടില് പാർട്ടി വെടിക്കിട്ട് നടത്തുന്നേ, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ പെരുന്നാൾ കൂടാൻ പോവാണ്. ആൻഡ് സത്യം പറഞ്ഞ ഈ പെരുന്നാളിന് ഞങ്ങൾക്ക് കൂടാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നമുക്കൊരു ഷോ ഉണ്ടായിരുന്നു, അതിന് പോവും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ഷോയ്ക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്റെ അമ്മ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു പെരുന്നാളിന് ഞങ്ങൾ ഉണ്ടാവണം എന്ന്. കാരണം ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോ അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അയ്യോ, പെരുന്നാളിന് നിങ്ങൾ ഉണ്ടാവില്ല. കാരണം വീട്ടിലൊന്ന് സെറ്റ് ആയിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരു പെരുന്നാളാണ്. കുഞ്ഞേട്ടനൊക്കെ ഇപ്രാവശ്യം വരാൻ പറ്റാത്തോണ്ട് അവിടെ ആരും ഇല്ലാത്തതിന്റെ ഒരു സങ്കടം അവർക്കുണ്ട്. നമ്മൾ അവിടുന്ന് പോന്നപ്പോഴും നമുക്കും വരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അത് അമ്മയുടെ പ്രാർത്ഥന പോലെ തന്നെ എല്ലാം ഭംഗിയായിട്ട് നമുക്ക് പെരുന്നാൾ കൂടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പെരുന്നാളിനൊന്ന് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളായിരിക്കും. വലിയ സംഭവമായിട്ട് അമ്മയുടെ കുഴിയപ്പുണ്ടോ, ഞാനതൊക്കെ ഓരോന്ന് കഴിച്ചിട്ടുണ്ടാവും. ഫുഡിലാണ് അവന്റെ കോൺസെൻട്രേഷൻ. ഫുഡ് കാര്യങ്ങളിലൊക്കെയാണ് അവന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. പിന്നെ പെരുന്നാള്, വെടിക്കെട്ട്, പള്ളി പരിപാടികളൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവും എന്ന് എനിക്കറിയില്ല. ഞാൻ ചെറുപ്പം മുതലേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതൊരു സ്പെഷ്യൽ ഡേ ആണ് പെരുന്നാൾ എന്ന് പറയുന്ന 2 ദിവസം. അപ്പം let's go and eat some good food and meet some good people. Yeah, let's go. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് ഈശോയുടെ പാട്ടാ നീ പറഞ്ഞേ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു വേറെ മരണം വരെ നീ എത്താൻ ഇപ്പൊ ശരിയാക്കരും. നടക്കുമല്ലോ. അങ്ങനെ പെരുന്നാളിന് വീടൊരുങ്ങി. സൂപ്പർ, അടിപൊളി. അങ്ങനെ പെരുന്നാൾ ഒരു തലക്കുന്ന ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് അത് തേരാ. നമ്മുടെ ഇതാണ് നമ്മുടെ വീട്. ഇപ്പൊ ഇങ്ങനെയാണ്. അതെ, വെള്ളാർക്കാട് മുഴുവനും മഞ്ഞ ചെയ്യുമ്പോൾ ഞങ്ങൾ വെള്ളറെഡ്. ഓക്കെ, നമുക്ക് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞാൻ കുളിച്ച് റെഡി ആയിട്ടിരിക്കണേ. ടോപ്പ് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ ഇനി ബാക്കി പിന്നെ കാണാം.
ആരാധകരുടെ ശല്യം കാരണം പെട്ടിരിക്കുകയാണ്. ഞാനിതിങ്ങനെ തന്നെ ഇടും. കിട്ടി കിട്ടി. എടാ ഇത് മറ്റേ കുക്കല്ലേടാ? അതെ. എന്റെ മുടി കണ്ടിട്ട് മനസ്സിലായതാണോ? സാഹസികമായ പടക്കം പൊട്ടിക്കലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈ ആൽബി ഒരു ശിഷ്യനോട് കൂടെ, പേര് എനിക്കറിയില്ല. അപ്പു, യെസ്, അപ്പുവാണ് പടക്കത്തിന്റെ നേതൃത്വം നയിക്കുന്നത്. ഇവാഞ്ചി ഇതെല്ലാം കണ്ടു രസിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു 1.5 പടക്കമായിരുന്നു. ആൽവിയും സംഘവും നയിച്ച പടക്കം പൊട്ടിക്കലെങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ മേത്തേക്ക് അയ്യോ ഓടിക്കോ. എങ്ങനെ ഉണ്ടായിരുന്നു കുക്കു പെരുന്നാളിന്റെ കൂടെയുള്ള ഒരു നടത്തം? ചത്തു. ഒരു 1/2 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും അവന് വയ്യാണ്ടായി. അതായത് ക്ഷീണം മാറ്റാൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. 2 അടിയും കിട്ടിയിട്ടുണ്ട്. ഏതോ ഫാൻസ് മാസ്ക് വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഒരു പെൺകുട്ടീനെ അടിച്ചോണ്ട് പോയത് എന്തിനാന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോഴാണ് ആളെ കൈ കൊടുത്തിട്ടുണ്ട്. നല്ലോണം കൊടുത്തിട്ടുണ്ട്. അത് പള്ളിയുടെ സൈഡിൽ വിളിച്ചോണ്ടായിരുന്നു. വരുമ്പോ മാസ്ക് ഇട്ടിട്ടാണ് ചേട്ടൻ. സങ്കടമുണ്ട് എനിക്ക്. എവിടെ മുഖത്തിന്റെ ഏത് ഭാഗത്താണ് താങ്കൾ കിട്ടിയത്? ഓക്കെ, ഞങ്ങള് അമ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാ അമ്പുകളും എത്തിച്ചേരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നശിപ്പിക്കും. ഐസ്ക്രീം അവസാനം വരുന്ന പൈസ കൊടുക്കും. ഞാൻ പറഞ്ഞുതരാം. അതായത് ഐസ്ക്രീമിന്റെ കാശ് കൊടുക്കേണ്ട അവസാനം വരുന്ന വീഴാൻ പോയ ആളെ കാണിച്ചരാ. നമുക്ക് ഐസ്ക്രീം മേടിക്കാം. ഇത് പിടിക്കോ? ചോക്കോബാർ വേണം. എന്നാ പാൽ ബാർ. ഐസ്ക്രീം മേടിക്കട്ടെ. ചേട്ടന്റെ മെയിൻ കാണിച്ച എല്ലാ ബാറും ഉണ്ട്. ഇത് പറ വേണ്ട. എല്ലാ ബാറുണ്ട്. മാംഗോ എടുത്തോ. മാംഗോ 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 ഈ ചെറിയ കുട്ടിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. എന്തൊരു ഭംഗി. ഇന്നലെയൊക്കെ എന്തൊക്കെയായിരുന്നു പെരുന്നാൾ. അങ്ങനെ ആക്കണു ഇങ്ങനെ ആക്കണു. എൻ്റെ പെരുന്നാൾ കണ്ടിട്ടുണ്ട്. വെടിക്കെട്ടുണ്ട്, പൂരമുണ്ട്, ബഹളാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങാണെന്ന്. എനിക്ക് തോന്നുന്നു 10 മണിക്കല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? 10 മണിക്ക് പള്ളിയിൽ പോവേണ്ട, കുർബാന ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് റെഡി ആവോന്നൊക്കെ പറഞ്ഞ ആളാണ്. ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണ്ട, ഞാൻ കുറച്ചേരം ഉറങ്ങാന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വന്ന് ഉച്ചയാവുമ്പോണ്ട് ഒറ്റൊരാള് വീടും അനാഥയായിട്ടുണ്ട് ഇവിടെ ഒരുങ്ങണം. അവരൊക്കെ പോയി. എന്താണ് നിങ്ങൾ 2 ആള് പാവം. അല്ല, കുർബാന കഴിഞ്ഞിട്ട് പോണേലും അർത്ഥമല്ലല്ലോ. കുഴപ്പമില്ല, പള്ളി അവിടെ ഉണ്ടാവും, പൊക്കോ. നീ ഇന്നെങ്കിലും നന്നാവുന്ന് ഞാൻ വിചാരിച്ചു. കുഴപ്പമില്ല, നിന്റെ കൂട്ടുകെട്ട് അവിടെ ഇല്ലേ?
വെറുതെ അല്ലേ ഇങ്ങനെ ആയിരുന്നൊക്കെ. ഇന്നലെ പെരുന്നാളൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി, രാവിലെ എണീച്ച് ഇപ്പൊ കുർബാനയ്ക്ക്. ഇന്നലെ ഉറങ്ങുമ്പോ 3 മണി 4 മണിയൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം കുഴപ്പമില്ല. പക്ഷെ അതൊന്നും പറഞ്ഞ കാര്യമില്ല, എക്സ്ക്യൂസ്. എന്നാ ശരി, ഓക്കെ. അപ്പൊ പോയിട്ട് വാ. പള്ളിയിലൊക്കെ പോയി ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. സമയം 1 മണി 1:30 എന്തോ ആയിട്ടുണ്ട്. ഇതുവരെ കുക്ക് റെഡി ആയിട്ടില്ല. നമുക്ക് ബാത്റൂമിൽ പാത്രം വെച്ച് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് കഴിയുമോ? താഴെ മൊത്തം ആൾക്കാർ വന്നിരിക്കുകയാണ്. ചോദിച്ചോട്ടെ. കഴിഞ്ഞ ഞാൻ താഴത്തേക്ക് പോവാ. കുളിച്ചിട്ട് വാ. അവിടെ ചോറുണ്ടടങ്ങി വായ അങ്ങോട്ട് വേഗം. എന്താണ് ഇവിടെ പെരുന്നാൾ? അയ്യോ, പെരുന്നാൾ എവിടെ വരെ? താങ്കൾ ഭയങ്കര തിരക്കിലാണല്ലോ. പോണല്ലോ, ഇതുവരെ ഒന്നും ആയില്ലേ? വ്ളോഗ് എടുക്കുന്നു പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായി പണിയെടുക്കുന്നുണ്ട്. ചൽ, ഇന്ന് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ പറയൂ. അല്ലല്ല, അവൻ 1 മണിക്ക് റെഡിയാന്ന് പറഞ്ഞപ്പോ അവനിപ്പൊ കുളിക്കാൻ കയറിയിട്ടുള്ളൂ. അപ്പൊ വരും 1 മണിയാകുമ്പോ എല്ലാരും വരും. അപ്പൊ റെഡി ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ പെരുന്നാൾ? അതെ, അടിയൊന്നും ഉണ്ടായില്ല, മോശമായി പോയത്. ഓക്കെ, നോക്കട്ടെ, മുഖം നോക്കട്ടെ. സമാധാനമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതെ, സത്യം പുറത്തു വന്നു. കുഞ്ഞാട്ടൻ വന്നിട്ടില്ല. കുഞ്ഞാട്ടൻ കുഞ്ഞാട്ടൻ വന്നിട്ടില്ല. കുഞ്ഞാട്ടൻ ചില സാങ്കേതിക കാരണങ്ങളാൽ ബാംഗ്ലൂരിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാനിവിടെ പണിയെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വരുന്ന തെറി വിളിക്കും. അതുകൊണ്ട് ഈ സർവന്റ് ശരിയല്ല, വിളമ്പിനോട് കൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ചോറാണ് ഏൽപ്പിച്ചേക്കണത് എന്ന് എല്ലാവർക്കും. നമ്മൾ യെസ് പറയൂ. ഓക്കെ, ഇതിലെന്താണ് ഇടേണ്ടത്? ഇത് തന്നോ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തേക്കാം കേട്ടോ, കാരണം എല്ലാം ഉണ്ടാക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അവിയൽ വന്നു, സാമ്പാർ വന്നു. നമ്മളിന്ന് ഫുഡ് ഓർഡർ ചെയ്തേക്കുവാണ്. ബിക്കോസ് നമ്മളെപ്പോഴുള്ള പണിയെടുക്കാത്ത ആൾക്കാർ വീട്ടിലുണ്ടാകുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണമെന്നാണ് എപ്പോഴും നല്ലത്. ഞങ്ങളിന്ന് ചോറും കറികളാണ് ഓർഡർ ചെയ്തേക്കുന്നത്. മീൻകറിയുണ്ട്, പോർക്കുണ്ട്, എന്തൊക്കെയോ ഉണ്ട്, പിന്നെ ഒരു പഴമുണ്ട്. ഈ വരുമ്പോൾ കാണാൻ എന്തൊക്കെയുള്ളത്. ഗസ്റ്റൊക്കെ വന്നിട്ട് ആകെ ബഹളാണ്. താങ്കളുടെ ചേട്ടനാണ് കുളിച്ചോ എണ്ണ ഇടാൻ ചെല്ലുമ്പോണ്ടല്ലോ, എണ്ണ ഇത് ഇവര് കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള കുറച്ച് ഡാൻസ് എടുക്കണേ. എനിക്കറിയില്ല അതൊക്കെ. ഓ പെണ്ണു പിള്ളേരൊക്കെ ഇതാണ് ദീപ ചേച്ചി പണ്ട് മുതലേ ഇരിക്കാറുള്ള സ്ഥലം. 5 വർഷമായിട്ട് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പിന്നെയും വന്നിരിക്കുകയാണ്. ചെറുപ്പം മുതലേ അതാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തൊന്നുമില്ല, വെള്ളമാണ്, പച്ച വെള്ളമാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ കുടിച്ചു തീർത്ത് വെള്ളം നിറച്ചതല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് കട മേടിച്ചതാണ്. കുപ്പിയിലാണ് അപ്പുറത്തേക്ക് കാണിക്കണ്ട. സപ്ലയർ ഇവിടെ കുറച്ച് ചോറ് താങ്ങും. ചിക്കൻ ക്യാബേജ് അളവ് 250 ഗ്രാം. അളവിലെങ്ങാനും മാറ്റം അവിടെ ഇടിയാവും. ഒരു ചോദ്യം, ഇവര് രണ്ടുപേരും
ദീപയുടെ ആരാണ്? നിങ്ങളുടെ ഭാര്യയുടെ ആരായിട്ട് വരും? കമന്റ് വില അല്ല, പറ പറ പറ. അമ്മായി, അമ്മായി ഇത് വിളിപ്പേരല്ലേ? പറ പറ, എങ്ങനെ കണക്ഷൻ പറ, കണക്ഷൻ പറ. അത്രയൊന്നുമില്ല പിന്നെ അതെ ഞാൻ അവിടെ ഭക്ഷണം ക്ലൂ കൊടുക്കാം. എവിടുന്നായിരിക്കും ഈ കണക്ഷൻ? ആ കണ്ണ്, ആ ഒരു സ്വഭാവം, ആ എളിമ, അഭിനയം, കുനയം, ഭാഗ്യം. അപ്പച്ചന്റെ പെങ്ങന്മാരാണ്. അതെനിക്കറിയില്ലേ. അതെ അതെ അതെ. ഇപ്രാവശ്യത്തെ പെരുന്നാളിനെ പറ്റി എല്ലാരും ഒരു 2 വാക്ക്. ഓക്കെ. അതോടുകൂടി ഞാൻ ഈ വ്ളോഗ് വൈൻഡ് പിന്നെ ചേട്ടൻ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാൾ? ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ പെരുന്നാൾ ഭംഗി. അൽവിൻ പറ, എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാൾ? അതൊരു നല്ലൊരു ഇതായിരുന്നു. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? ഇതാണ് ഇത് നല്ലതായിരുന്നു. ആദ്യമായിട്ട് പെരുന്നാൾ കൂടി കുക്കുവാണ്. 2 വാക്ക്. ആദ്യം ഉണ്ടല്ലോ ഒരു പടല പഴം കൊണ്ട് എല്ലാവരുടെയും വായിൽ ഇപ്പോഴാണ് ഒന്ന് മിണ്ടാണ്ടിരിക്കുക എല്ലാരും. ഞങ്ങൾ വീട്ടിൽ കയറിയില്ലല്ലോ. വീട്ടിൽ കയറ്റിയില്ലല്ലോ. ആ പറയും. രണ്ട് വാക്കിലാണ് പറഞ്ഞത്. താങ്കൾ പ്രതീക്ഷിച്ചത് പോലെയാണോ അതോ അതിലേക്ക് അപ്പുറമാണോ? ലെവൽ എത്തിയില്ലേ? എന്താണ്? നല്ല കളർഫുൾ, നിറയെ ബൾബുകൾ. നിന്റെ ഉത്തരത്തിന് വേണ്ടി ഇത്രയും പേര് ഇവിടെ കാതുർത്തി. ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 വാക്കില് പറയാനാ പറഞ്ഞത്. 2 വേണേ. അങ്ങനെയല്ല, 2 വാക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തോന്നിയാസം പറഞ്ഞിട്ടില്ല. ആരും വീഡിയോ എടുത്തില്ല അല്ലെ? കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറയണം. 2 വാക്കാണോ പറഞ്ഞതെന്ന് പറയണം. ഞാൻ അങ്ങനെ കേട്ടത് അല്ലേ? ചേട്ടൻ പറ. പ്രൈസ് അല്ല. സോറി, അമ്മായി ഫ്രൈസ് എന്നാണ് ഉദ്ദേശിച്ചത്. അമ്മ ഇങ്ങനെ ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കും. പള്ളിയിലാണെങ്കിലും പെരുന്നാള് നമ്മൾ ഇവിടെയാണ് പെരുന്നാൾ ശരിക്കുള്ള മനസ്സിലാണ് പെരുന്നാൾ. അല്ല, ഇവിടെ പെരുന്നാൾ സന്തോഷത്തിന് സമാധാനത്തിന് ഇത്രയും വലിയൊരു പെരുന്നാൾ നമ്മൾ കൂടിയിട്ടില്ല. ഓ, ചേട്ടൻ കുർബാനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവിടെ അടിയുണ്ടായ മരുമകനെ പറ്റിട്ട് എന്താ പറയാ? എനിക്ക് ഒന്നേ പറയാളോ, അവൻ എനിക്ക് എപ്പോഴും സ്വീകാര്യനാണ്. അവൻ വന്നാൽ ഞാൻ എന്റെ വീട്ടില് സന്തോഷമാണ്. പെരുന്നാള് ആരാഘോഷാക്കിയത്? ഇല്ലെങ്കിൽ ഇതുവരെ ഒന്നുമില്ല. എന്റെ മോളെ പോയി പറഞ്ഞില്ല. എന്റെ മോളെ ഇവിടുന്നോട്ട് പള്ളി വരെ മാലപ്പണക്കൻ്റെ കെട്ടും. അടിപൊളി. അതാണ് എന്റെ പൊന്നു, അതാണ് എന്റെ മുത്ത്. അപ്പച്ചൻ കുറച്ച് ഇങ്ങോട്ടല്ല, ഇത് സത്യാവസ്ഥ. മനുഷ്യന്മാരല്ലേ ഞാനേ? ഞാൻ പറഞ്ഞല്ലേ എടാ, നീ ആരാ? പറയാ എന്റെ മോളോട് അങ്ങനെ പൊന്നു മോളെ, ഞാനേ ഈ സാധനം വളർത്തിലാക്കിട്ടേ എനിക്കറിയാ. കട്ടിയല്ലേ അവള് പറയും കട്ടിയാ പറഞ്ഞു. ഞാൻ പറയേ, ഞാൻ വളർത്തിലാക്കിയതേ പെൺകുട്ടിയായിട്ടില്ല, ആൺകുട്ടിയായിട്ട്. അത് ഞാൻ അതെ ആൺകുട്ടിയായിട്ടാ. അത് അവളുടെ ആയുർവേദം മാറി.
ഓക്കെ പെൺകുട്ടിയെ എന്താ പറഞ്ഞ ഡു വാട്ട് യു വാണ്ട് ഒരു പെണ്ണിനെയാണ് കെട്ടിക്കുന്നത്. ഒരു പെണ്ണിനെയാണ് കിട്ടിയിരിക്കുന്നത്. പ്ലം കേക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ്. ഈ പ്ലം കേക്കിന് ഒരു പ്രത്യേകത നീ കൂട്ടിയിട്ട് കത്തിക്കാനുള്ള പരിപാടിയാ? കുക്കു എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പടക്കം നമ്മള് ഇവിടുന്നോട്ട് പള്ളി വരെ കിട്ടി. പള്ളി വരെയോ? വേണ്ടേ കെട്ടണം. അല്ല ഇത് ഈ വ്ളോഗ് നാട്ടുകാർ കാണുവേ, അത് ഞാനും അതാണ് മനസ്സിലാവാത്തത്. അല്ല എന്തിനാ അതിന്റെ ഉള്ളിൽ ഇട്ടേക്കണേ? നമ്മള് ശരിക്കും പടക്കൽ അങ്ങനെ എടുത്തിട്ടു. അവര് എല്ലാരും നോക്കിയിട്ടുണ്ട്. അവനോ വാ അങ്ങോട്ട് വാ. ഞാൻ വല്ല പുഴിയിലുണ്ടെങ്കിൽ അതിൽ വീണ. ഓക്കെ, നമ്മള് ഇവിടെ പ്രദർശനം വരാറായിട്ടുണ്ട്. പ്രദർശനം പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്നതാണ് നിഗമനം. അപ്പൊ പ്രദർശനം ഈ കുരിശുപള്ളി, ഇത് ഈ കാണുന്ന കുരിശുപള്ളി ഉണ്ടല്ലോ, കുരിശുപള്ളിയുടെ അവിടെ വന്നിട്ട് തിരിച്ചു പോകും. അപ്പൊ നമ്മുടെ അയ്യോ അത് കൂടെ പോകാൻ പറ്റില്ല പൊന്നാ. അവിടുന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ അങ്ങനെ ഉദ്ദേശിക്കണേ. പേപ്പർ ഇട്ട് കൊടുക്കാനോ? ഓക്കെ. അപ്പോൾ പ്രദർശനം ഇവിടെ വരുമ്പോൾ നമ്മൾ ഇത് നമ്മുടെ വീട്. അപ്പോൾ വീടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ടപ്പടപ്പടപ്പട വെച്ചിട്ട് പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ നിരത്തി കെട്ടാൻ പോവാണ്. അതിന് ചുക്കാൻ വഹിക്കുന്നത് ആൽവിയും ഇവാൻജോയും. എന്താണ് ആ കേക്ക് പെട്ടിനുള്ളിൽ? ഗുണ്ടുണ്ടോ അതിൻ്റെ ഉള്ളില്? അതെ വിശക സാധനാട്ടാ. നോക്കി കണ്ട് കെട്ടിയില്ലെങ്കിൽ പണിപ്പാളുവേ. പടക്കം ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ തിരി കൊടുക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിരി കൊടുത്ത് ഇങ്ങനെ പൊട്ടിപ്പോയി, പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വരണം. പടക്കതൊക്കെ അനുസരിച്ചാൽ മതിയായിരുന്നു. പ്രദർശനം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രദർശനം. അത് നമ്മുടെ ഈ കുരിശുപള്ളി എത്തുമ്പോഴാണ് നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ പടക്കം പൊട്ടിക്കാൻ? എല്ലാവരും സജ്ജരായോ പടക്കം പൊട്ടിക്കാൻ? മനപ്പടി എത്തിയിട്ടുള്ളോ? ഓ, ഇവാഞ്ചാണ് പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ കത്തിപ്പോരുന്നുണ്ട്. അങ്ങനെ നീങ്ങി ഓടിക്കോളോ പൊട്ടിച്ചിട്ട്. ഓടിക്കോ, ഏമേ കത്തിയാ മതി. പൊട്ടടയിലല്ലോടാ, അടാ ചീറ്റിയടാ. മതി അവിടെ തീ പിടിക്കുന്നുണ്ട്. അയ്യോ അടിയിൽ തീ പിടിച്ചട്ടാ. തീ പിടിച്ചു. അയ്യോ പണിപ്പാളി എടാ കെട്ടുടാ. അശു കത്തിയില്ലടാ. അതെ, വൻ പ്ലാനിങ് ആയിരുന്നു. എന്താ ഉണ്ടായത് തെക്കടു? അപ്പാപ്പ എനിക്ക് അത് മൊത്തം കത്തിച്ച് തീർത്തോ? അല്ലെങ്കിൽ ഇവിടെ വിഷയവും. നമ്മുടെ ടെക്നിക്സ് ഒന്നും മറക്കായില്ല. പടക്കങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അവിടെ. നമ്മുടെ സ്വന്തം ആൽവി കടന്നു വരുന്നുണ്ട്. അല്ല മഴയത്ത് കത്തിക്കാളെന്നൊക്കെ പറഞ്ഞായിരുന്നു. അയ്യോ ആൽവിനെ തിരി കൊടുക്കണോ, ഓടിക്കോ. എന്തായാലും പൊട്ടിയല്ലോ. അങ്ങനെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു, നമ്മുടെ പെരുന്നാളും കഴിഞ്ഞു. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വ്ളോഗായിട്ട് നിങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.